എസ് വിജയകുമാർ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. CPM എല്ലാവിധമായ സജ്ജീകരണങ്ങളും അവിടെ ചെയ്തു കഴിഞ്ഞോ വിജയകുമാർ? ഇന്ന് രാവിലെ ആയിരുന്നല്ലോ 9 മണിക്ക് പൊതുദർശനം ഉണ്ടാകും എന്ന രീതിയിലായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഏകദേശം എത്ര മണിക്ക് ഇത് നടക്കുമെന്നാണ് അവിടുത്തെ സഖാക്കളുടെ പ്രതീക്ഷ? നമ്മൾ നിൽക്കുന്നത് പി കൃഷ്ണപിള്ള സ്മാരക മന്ദിരമാണ്. CPMന്റെ ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസ്. വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് ആലപ്പുഴയിലെ സംഘടനാ പ്രവർത്തനവും പാർട്ടി പ്രവർത്തനവും. അതിന് എപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മേഖല, പ്രവർത്തന മണ്ഡലം കൂടിയായിരുന്നു ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ്. അദ്ദേഹം ഇവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ, VSന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു പാർട്ടി ഓഫീസ് കൂടിയാണ് ഈ ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസ്. അദ്ദേഹത്തിന് പാർട്ടി അംഗത്വം കൊടുത്ത സഖാക്കളുടെ സഖാവ് എന്ന് പാർട്ടി അംഗങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ വിശ്വസിക്കുന്ന സഖാക്കളുടെ സഖാവ് പി കൃഷ്ണപിള്ള, അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ സ്മാരകം, ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത്. സഖാവ് പി കൃഷ്ണപിള്ളയാണ് VSന് പാർട്ടി അംഗത്വം നൽകുകയും ചെയ്തത്. അങ്ങനെ VSനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെ നിർണായകമായ, ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു പ്രവർത്തന മേഖലയാണ് ആലപ്പുഴ. അതിൽ തന്നെ ആലപ്പുഴയിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി എന്നത് അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന ഒരു ജില്ലാ കമ്മിറ്റി കൂടിയാണ്. അവിടേക്കാണ് VS ഇന്ന് മടങ്ങിയെത്തുന്നത്. നേരത്തെ SKN പറഞ്ഞതുപോലെ രാവിലെ ഒരു 9 മണിയോടുകൂടിയൊക്കെ പൊതുദർശനം തുടങ്ങും എന്നായിരുന്നു കേട്ടത്. അങ്ങനെയാണ് നേരത്തെ തീരുമാനിച്ചത്. പക്ഷേ കാര്യങ്ങളൊന്നും കരുതിയതുപോലെ ആവില്ല. ഒരുപക്ഷെ വളരെ വൈകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിലപ്പോഴത് ഉച്ചയെങ്കിലും ആകും, 11 മണി 12 മണിയൊക്കെ ആകും ഇപ്പോഴത്തെ നിലയിൽ. സാധ്യത അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടെ കുറച്ച് സമയം ഉണ്ടാകും, ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കുറച്ച് സമയം ഉണ്ടാകും. നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ ആളുകൾക്ക് കയറി പോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തിയാണ് VSനെ ഇന്നൊരിക്കൽ കൂടി കാണുന്നത് എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരുപക്ഷെ VSന്റെ വസതിയിലേക്ക്, അല്ലെങ്കിൽ VSന്റെ വീട്ടിലേക്ക് ആയിരിക്കില്ല മുഖ്യമന്ത്രി പോകുന്നത്. ഇവിടെ പാർട്ടി ഓഫീസിലെ പൊതുദർശനത്തിലായിരിക്കും മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. അവിടെ പാർട്ടി നേതാക്കളൊക്കെ ആ മൃതദേഹത്തിനൊപ്പം ഇവിടെ ഉണ്ടാകും. പാർട്ടിയുടെ പ്രധാനപ്പെട്ട CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെ എത്തും, VSനൊപ്പം ഇവിടെ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവർക്കൊക്കെ ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഈ കാണുന്ന വേദിയിൽ ഇവിടെ പ്രത്യേകം ഒരു പീഠം തയ്യാറാക്കിയിട്ടുണ്ട്. അതിലാണ് VSന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്നത്. പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച അവരുടെ പ്രിയപ്പെട്ട നേതാവിന്റെ ഭൗതിക ശരീരം അവസാനമായി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ആ നടുത്തളത്തിലേക്ക് വരികയാണ്. VSനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലെ പാർട്ടിയിലൂടെയാണ്, ആലപ്പുഴയിലെ സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് VS അദ്ദേഹത്തിന്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിലുള്ള പ്രവർത്തനം തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് VS സംസ്ഥാന നേതാവായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. ആ നേതാവായി രൂപപ്പെട്ട് വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം പിന്നിടുന്നത് ആലപ്പുഴയിൽ വെച്ചതാണ്. അതുകൊണ്ട് VSനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയുമായി VSന് ഏറ്റവും അടുപ്പമുണ്ട്. ആലപ്പുഴയിലെ ഓരോ പാർട്ടി നേതാവിനും അവരുടെ പ്രിയപ്പെട്ട നേതാവായി VS ഇക്കാലം അത്രയും അവരുടെ വഴികാട്ടിയായി തന്നെ ഉണ്ടായിരുന്നു. ആ VSന്റെ ഓർമ്മകൾ എങ്ങനെ തങ്ങി നിൽക്കുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഒരിക്കൽ കൂടി VSനെ കാണാനായി എത്തും. അത് ഒരു വൈകാരിക വിടവാങ്ങലാണ്. എനിക്ക് തോന്നുന്നത് ഈ റിക്രിയേഷൻ മൈതാനിയിലെ, പോലീസ് മൈതാനിയിലെ പൊതുദർശനം എന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലുമുള്ള മുഴുവൻ പാർട്ടി പ്രവർത്തകർക്കും VSനെ കാണാൻ വേണ്ടി അവിടേക്കാണ് എത്താൻ ഇപ്പോൾ പാർട്ടി തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് എല്ലാവരും അവിടേക്ക് വരണമെന്നാണ്. ഇവിടെ വരുന്ന പാർട്ടി പ്രവർത്തകർ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന് പുറത്ത് പാർട്ടി പ്രവർത്തകർ ധാരാളം എത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്കെല്ലാവർക്കും ഇവിടേക്ക് എത്തി VSനെ കാണാൻ പറ്റുന്നൊരവസ്ഥയില്ല. തന്നെയുമല്ല SKN, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ആലപ്പുഴ നഗരത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ, അല്ലെങ്കിൽ ആലപ്പുഴ നഗരത്തിന് വഹിക്കാൻ കഴിയാത്തതിനപ്പുറത്തേക്കുള്ള പ്രവർത്തകരുടെ, VSനെ സ്നേഹിക്കുന്നവരുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നമ്മൾ രാവിലെ ഈ നഗരത്തിലൂടെ ഒരു തവണ യാത്ര ചെയ്തു. ആ വിലാപയാത്ര കടന്നു വരുന്ന ഭാഗത്തൊക്കെ നിൽക്കുന്നതിനേക്കാൾ എത്രയോ ആളുകൾ ആലപ്പുഴ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇപ്പോൾ തന്നെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അവർ VSനെ കാണാൻ വേണ്ടി VSനെ ഈ വിലാപയാത്ര കടന്നു വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗതാഗതമൊക്കെ ഏതാണ്ട് എപ്പോൾ വേണമെങ്കിലും ആലപ്പുഴ നഗരത്തിൽ നിലയ്ക്കാം. അത്രത്തോളം പ്രവർത്തകർ വിവിധ ഭാഗങ്ങളിൽ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വടക്കൻ കേരളത്തിൽ നിന്നൊക്കെ ഇന്നലെ തന്നെ പുറപ്പെട്ട
ഈ പ്രവർത്തകരെയും കൊണ്ട് വരുന്ന വാഹനങ്ങൾ അത് ആലപ്പുഴ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി നിർത്തിയിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ഹൈവേയുടെ നാഷണൽ ഹൈവേയുടെ ഒക്കെ സൈഡിൽ നിരവധി വാഹനങ്ങളെ നിരനിരയായി പാർക്ക് ചെയ്യുന്നതാണ് നമ്മൾ രാവിലെ നഗരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ആലപ്പുഴ നഗരത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ അധികം ആളുകൾ, എത്രയോ അധികം പാർട്ടി പ്രവർത്തകർ, VS ഇഷ്ടപ്പെടുന്നവർ ഇവിടേക്ക് എത്തും. അവരെ കൊണ്ട് ജനനിബിഡമാകാൻ പോവുകയാണ് ഈ നഗരം. ഒരു കാര്യം കൂടി, VSനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തുടക്കം മുതൽ അദ്ദേഹത്തെ സ്നേഹിച്ച ആലപ്പുഴ പ്രിയപ്പെട്ട നേതാവിന് വിട നൽകാൻ ഒരുങ്ങുകയാണ്. അങ്ങേറ്റം വൈകാരികമായ ഒരു വിട നൽകലാണ് ആലപ്പുഴ അദ്ദേഹത്തിന് നൽകുന്നത്. അത് പാർട്ടി ഓഫീസ് സജ്ജമാണ്. VSനെ അവസാനമായി കാണുന്നതിന് വേണ്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഇവിടെ കാത്തിരിക്കുകയാണ്. SK